ഹലോ, ഞങ്ങളിന്ന് ചെറിയ ഡേ ഇൻ മൈ ലൈഫായിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ തന്നെ വല്യമ്മ അടുക്കളയിൽ കയറിയിട്ടോ. അമ്മ അന്നേരം കൊണ്ട് പുറത്തേക്ക് അടിക്കാനും പോയിട്ടുണ്ടായിരുന്നു. ഇവർ മാറി മാറിയിട്ടാണ് അടുക്കളയിൽ കയറാറ്. ഒരാൾ അടിച്ചു വരാണെങ്കിൽ ഒരാൾ അടുക്കളയിൽ അങ്ങനെ. അപ്പം ഇന്ന് എന്തായാലും വല്യമ്മയാണ് ചായക്കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രാവിലെ നമുക്കിന്ന് കഴിക്കാനുണ്ടായിരുന്നത് നൂൽപുട്ടും അതേപോലെ തന്നെ ഇഷ്ടമായിരുന്നു കേട്ടോ, കിഴങ്ങുകൊണ്ടുള്ള ഇഷ്ടവും. അങ്ങനെ എന്നിട്ട് വല്യമ്മ ഇതൊക്കെ സെറ്റാക്കാൻ നിന്നു. അപ്പോഴേക്കും അമ്മ അടിച്ചോറിലൊക്കെ ഏകദേശം ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആരും റോട്ടിലൊന്നുമില്ല. രാവിലെ നേരത്തെയൊക്കെ അല്ലേ, അപ്പോൾ അന്നേരത്തൊന്നും ആരും റോട്ടിലൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇവിടെ എന്നും സിറ്റ് ഔട്ടൊക്കെ തുടക്കും കേട്ടോ. അതായത് ഇപ്പോൾ രാവിലെ ആകുമ്പോഴേക്കിനും ഏകദേശം പൊടിയായിട്ടുണ്ടാവും. അപ്പോൾ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ചു അമ്മ. അതേപോലെ മുറ്റമൊക്കെ അടിച്ച് എല്ലാം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമൊക്കെയുള്ള തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് വല്യമ്മ തേങ്ങയൊക്കെ പൊളിച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പം അതിലുണ്ടായിരുന്നു പൊങ്ങ്, എന്താ പറയുക, തേങ്ങയുടെ ഉള്ളിലുണ്ടാവുമല്ലോ ആ ഒരു സംഭവം, പൊങ്ങ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമാണ്. ചിലത് നല്ല മധുരം ഉണ്ടാവും കേട്ടോ, ചിലത് അത്ര കുറേ രസം ഉണ്ടാവില്ല. അപ്പം ഇതിൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ വല്യമ്മ അത് ഒരു പ്ലേറ്റിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. വല്യമ്മയ്ക്ക് അറിയാൻ എന്തായാലും ചോദിക്കുന്നു. അപ്പോൾ അധികം തേങ്ങ പൊളിക്കുമ്പോഴും പൊങ്ങ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ വല്യമ്മ ഈ പണീൻ്റെ ഇടയിലും ഇതൊക്കെ ചെയ്യാൻ നിന്നു. കാരണം തേങ്ങ ചിരണ്ടേ, അപ്പോൾ ഈ സംഭവമൊക്കെ എടുത്ത് കളഞ്ഞിട്ടും വേണം. അപ്പം എന്തായാലും എനിക്കാണെങ്കിൽ പൊങ്ങും കിട്ടി. അങ്ങനെ വെള്ളപാത്രമൊക്കെ ഏകദേശം കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ, അത് വെള്ളം കോരാൻ വേണ്ടി പോവാൻ. അപ്പം വല്യമ്മ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വല്യമ്മയാണല്ലോ ഇപ്പം അടുക്കളയിൽ നിൽക്കണത്. അപ്പോഴേക്കും അമ്മ പോയിട്ട് വെള്ളമൊക്കെ സെറ്റാക്കി വന്നു കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണല്ലോ കിണർ, പിന്നെ കൊണ്ടുവരാനൊന്നും വലിയ പണിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ നൂൽപുട്ട്. നല്ല എന്താ പറയുക, എളുപ്പമാണ്. എനിക്ക് നൂൽപുട്ടിനോട് അത്ര ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമാണ്, കുഴപ്പമില്ലാത്തൊരു കടി പറയാം. രസമാണ് കേട്ടോ. എന്തോ എനിക്കിവിടെ ഇഷ്ടമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉഴുന്ന ദോശയാണ്. അത് വേറെ കാര്യം. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. എനിക്ക് ഇന്ന് സ്കൂളുണ്ട്, പക്ഷെ അത് NMSൻ്റെ ക്ലാസ്സാണ് കേട്ടോ. അനിയനും അവിടെ ഭയങ്കര ഉറക്കത്തിലാണ്. ആൾ പെട്ടെന്ന് ഉണർന്നാണ് വെളിച്ചം കണ്ടിട്ട്. എനിക്ക് ക്ലാസ് 1:30 to 5 മണിക്കായിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയിരുന്നു ക്ലാസ്. ഞായറാഴ്ച ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട് ഇപ്പം, NMSൻ്റെ ആയതുകൊണ്ട് സ്പെഷ്യൽ ക്ലാസ്. അങ്ങനെ ഞാനും എല്ലാവരും കൂടി ഇവിടെ നല്ല സംസാരിച്ച് ഇരിക്കലാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കാക്ക വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നാണ്. വല്യമ്മപ്പേക്കിനും കൂടെയൊക്കെ കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും രാവിലത്തെ ഓരോരോ സംസാരത്തിലൊക്കെ ഏർപ്പെട്ടു. ഞാനപ്പോഴേക്കിനും നീച്ച് വന്ന് ആകെ ഒരു അന്താളിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് പോലും അറിയില്ല ഞാൻ അവിടെ എന്താ വെച്ചാൽ. അപ്പോൾ വല്യച്ഛന് തല്ലണിക്ക് അറിയില്ല, ഞാൻ ഉറക്കത്തിൽ നിന്ന് നീച്ചതിൻ്റെ ഉറക്കപ്രാന്തിൽ എന്തൊക്കെയോ കാട്ടി നീച്ച് പോയി. എന്തായാലും ഈ ഉറക്കപ്രാന്തിൽ എന്തെങ്കിലും ചെയ്ത് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ വല്യമ്മേൻ്റെ അടുത്തിരുന്നിട്ടും എൻ്റെ ഉറക്കം തീർന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരം അവിടെ ഇരുന്നു. എന്നിട്ട് പിന്നെ വല്യമ്മയും അവരെല്ലാവരും ചായ കുടിക്കാൻ നിൽക്കുക കേട്ടോ. പിന്നെ ഞാൻ പുറത്തൊക്കെ പോയിട്ട് പല്ലേച്ച് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൂൽപുട്ടും ഇഷ്ടവും എല്ലാതും സെറ്റായിട്ടുണ്ടായിരുന്നു. ഇത് എന്താ പറയുക, കുരുമുളകൊക്കെ ഇട്ടുള്ള ഒരു ഇഷ്ടം കേട്ടോ. ഇത് വേറൊരു ഐറ്റമാണ്. ഇവിടെ ഇതും വേറെ ഒരു തരത്തിലുള്ള ഇഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അതെനിക്ക് അത്ര ഇഷ്ടമല്ല. ഇത് എനിക്കിഷ്ടമാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പം അമ്മയും വല്യമ്മയും ഇവർ രണ്ടാളും കഴിച്ചു. കഴിഞ്ഞ് എൻ്റെ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് ഞാനും വന്നിട്ട് ഇന്നലെ അമ്മ വൈകിട്ട് നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിക്ക് അന്ന് കഴിക്കുമ്പോഴേക്കും അത്ര ഇഷ്ടമല്ല, പിറ്റേന്ന് എടുത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കേട്ടോ. എൻ്റെ ചായ കുടി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ അച്ഛനും ലീവാണ്, എല്ലാവർക്കും ലീവാണ്. അച്ഛൻ്റെ പാട്ട് ആരംഭിച്ചു. ഞാനായിരിക്കട്ടെ കുറച്ച് നേരം ഓരോന്നും പറഞ്ഞിരുന്നു. അവൻ ചിത്രം വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ അവൻ എനിക്ക് കാട്ടിത്തരും. അപ്പോൾ ഞാനും കുറച്ചൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കഴിവിനനുസരിച്ച്. എന്തായാലും അവൻ്റെ അത്ര എന്തായാലും എത്തില്ല, നന്നായി വരയ്ക്കും. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ അവൻ്റെ ഓരോരോ സംശയങ്ങൾ എന്നോടും ചോദിക്കും, ഞാൻ അവനോടും ചോദിക്കും. ഞങ്ങൾ കുറേ നേരം ഇരുന്നു കേട്ടോ. ഒരുപാട് നേരം അങ്ങനെ ഞങ്ങളും സംസാരിച്ചിങ്ങനെ ഇരുന്നു. പോവാൻ എന്താ പറയുക, ടൈം കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, 1:30ക്കാണ്. എന്നാലും എല്ലാവരും ചെയ്യേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ താട്ടാട്ടൻ നീച്ചിട്ടുണ്ടായിരുന്നില്ല, ആൾ ഫോണിലും നോക്കി അവിടെ ഇരുന്നു. അമ്മ അപ്പോഴേക്കിനും അതൊക്കെ അടിച്ച് സെറ്റാക്കാൻ പറഞ്ഞു. എന്നോട് തുടയ്ക്കാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. ഞാനും തുടയ്ക്കാനൊക്കെ നിന്നു. നമ്മളെ വല്യച്ഛൻ ഓരോരോ പണിയിൽ നിന്നു കേട്ടോ. അവരെന്തൊക്കെയോ പണിയെടുക്കുമായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ അമ്മയും ഹരിക്കുട്ടനും അച്ഛനും കൂടി എങ്ങോട്ടോ പോവുകയാണ്.
എങ്ങോട്ടോ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാട്ടോ. അപ്പോൾ എന്നെ കൊണ്ടുപോയൊന്നും ചെയ്തില്ല. എൻ്റെ ഒരു സങ്കടം. മഴക്കാറ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെ പോകാമെന്ന്. ഞാൻ പോകണം. അപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു. മഴയൊക്കെ തുള്ളിയിടൽ തുടങ്ങി. എൻ്റെ ഹരിക്കുട്ടൻ എന്താ പറയുക, മറ്റേ മഴക്കോട്ടൊക്കെ ഇട്ട് റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമാണ്. ഞാൻ അവരെ വീട്ടിലെത്തി ഇതാട്ടോ. അച്ഛൻ്റെ ഫ്രണ്ട്, അതുപോലെ തന്നെ ഇത് അമ്മേൻ്റെ ഒരു ആങ്ങളായിട്ട് വരും. ഇവിടെ ഉണ്ടായിരുന്ന ആളിട്ടോ. അത് അമ്മേൻ്റെ ഒരു കസിനാണ്. ഇത് അച്ഛൻ്റെ ഫ്രണ്ട്, ബ്ലൂ ഷർട്ട് ഇട്ട ആൾ അച്ഛൻ്റെ ഫ്രണ്ടും. ഈ നോക്കി ചിരിക്കണ ആൾ അച്ഛൻ്റെ അച്ഛൻ്റെ അല്ല, സോറി, അമ്മേൻ്റെ ആങ്ങളെട്ടോ, കസിനാണ്. ഇതാണ് നമ്മളെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ കേട്ടോ. ഇവർ ട്വിൻസാണ്, 2 കുട്ടികളുണ്ട്. ഇതാണ് ആദിക്കുട്ടൻ. ഭയങ്കര ക്യൂട്ടാണ് രണ്ടാളും. ട്വിൻസാണ്, ഒരാണും ഒരു പെൺകുട്ടി കേട്ടോ. ഇതാണ് നമ്മളെ അല്ലിമോള്. അപ്പോൾ അച്ഛൻ അവരുടെ അടുത്തേക്ക്, അച്ഛൻ ഇവരെ ഭയങ്കര കാര്യമാണ് കേട്ടോ. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലെങ്കിലും ഞാനിങ്ങനെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല 2 കുട്ടികളാണ് ഇതട്ടോ. അവൾ നോക്കണേ ആകെ അന്തം വിട്ടു അച്ഛടുത്തേക്കിന്. പക്ഷെ ആൾക്ക് പരിചയക്കുറവൊന്നുമില്ല കേട്ടോ. അങ്ങനെ അമ്മയും അച്ഛനും ഞാനറിയാതെ എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് കേട്ടോ അമ്മേൻ്റെ അച്ഛമ്മ. ആൾക്ക് നല്ല പ്രായമുണ്ട്, പക്ഷേ പാവാണ്. അപ്പോൾ ആൾക്ക് പീഡയായിട്ട് കുറച്ച് വെയ്യായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആരെയും അധികം കണ്ട് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇഷ്ടമാണ് പോണത്, പക്ഷേ ഇവരിനെ കൊണ്ടേയില്ല. എന്താ ചെയ്യുക ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന ഒരു 6 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കിനും ഇവർ ഉണ്ടായിരുന്നില്ല. ഇവർ വന്നത് രാത്രിയൊക്കെ ആയപ്പോൾ തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് മാമൻ്റെ ഒരു ഇളയ കുട്ടി. ഭയങ്കര ക്യൂട്ടാണ് ആൾ, ഭയങ്കര തമാശ കേട്ടോ. ചെറുതാണ്, LKG-യിൽ. ഇതാണ് അമ്മേൻ്റെ വലിയ ചേച്ചി കേട്ടോ. അപ്പം അവരൊക്കെ ഭയങ്കര പരിപാടിയിൽ. ഇവരൊക്കെ ചെന്നതിൻ്റെ ഫുഡ് ഉണ്ടാക്കലും. ഇതാണ് അമ്മേൻ്റെ അമ്മ. ഇത് അമ്മമ്മയാണ് കേട്ടോ. അവരെല്ലാവരും ഓരോരോ പണിത്തിരക്കിലാണ്. കാരണം ഇവരൊക്കെ വന്നാലേ, വിരുന്നുകാർ വന്നാലേ. അപ്പം അതിൻ്റേതായിട്ടുള്ള ഓരോരോ പരിപാടിയിൽ എന്തോ ബിരിയാണിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക തോന്നുന്നു. അപ്പം മറ്റേത് എൻ്റെ ആൻറ്റി കേട്ടോ. ആ ടോപ്പിട്ട ആൾ ആൻറ്റിയാണ്. എന്താ പറയുക, അമ്മയുടെ ആങ്ങളുടെ ഭാര്യയാണ്. അപ്പോൾ ആൻറ്റി ആണ് മെയിനായിട്ട് അടുക്കളയിൽ നിൽക്കുന്നത് തോന്നുന്നു. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കലാണ്. കണ്ടോ, അവിടെയൊക്കെ ആകെ ഒരു പരിവായാണ്. കാരണം ഒരാൾ ഇത് ചെയ്യും, അങ്ങനെ ആകെ കൂടി ഒരു അലമ്പായിട്ടുണ്ട്. ഇത് വീഡിയോ എടുക്കണതിൻ്റെ മടിയിലാണ് ആൻറ്റി. ഇവരവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമ്മ നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതായിക്കൊണ്ടിരിക്കുകയാണ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചെറുപയർ പായസം. ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യൽ പറഞ്ഞാൽ ഉണ്ടാക്കാൻ തന്നെ കാരണം ഇവർ ചെന്നതും മാമൻ്റെ വീടിൻ്റെ എന്താ പറയുക ഓടുമേൽ എന്നറിയുമല്ലോ. എന്താ പറയുക, വീട് എന്താ സംഭവം, മേലൊരു കോണി, എനിക്ക് പറയാൻ അറിയില്ല. ആ സംഭവത്തിൻ്റെ ഓടുമേച്ചിലാണ്. ഈ ആളുണ്ടല്ലോ അങ്കിള്, ആളും ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ആളും കുറേ സംസാരിച്ചിരിക്കുകയാണ്, ഓരോ തമാശ. അപ്പോൾ മാമൻ്റെ വീടിൻ്റെ ഓടുമേച്ചിലാണ്. അപ്പോൾ പുതിയ വീടിൻ്റെ മേലെയാണ് പുതിയ വീട് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഉറി. എനിക്കൊന്നും കണ്ട് പരിചയമില്ല. അമ്മേൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കാണുള്ളൂ. അങ്ങനെ എന്താ പറയുക, എന്തിനാണിത് വെക്കണതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ തിങ്ക് ഈ എന്താ പറയുക പൂച്ചൊക്കെ ഉണ്ടാവുമല്ലോ, അതിനാണ് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ ആ സംഭവം എനിക്ക് തോന്നുന്നുണ്ട്. ഇതാണ് പുറത്ത് അടുക്കളയിൽ വെച്ചിട്ടാട്ടോ ഇവർ ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാറ്. അകത്ത് വേറെ അടുക്കള ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ അമ്മയ്ക്കൊക്കെ നന്നായിട്ട് അറിയാം. ഇങ്ങനെ ഈ ഉറി അങ്ങനെയുള്ള തോന്നുന്നു ഒക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ചേച്ചമ്മ ഈ വർത്താനത്തിലൊക്കെ കൂടിയുണ്ടു. ഇതാട്ടോ മാമൻ, അമ്മേൻ്റെ ആങ്ങളെയാണ്. അപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരേ ഒരു മാമനാണ് അമ്മേൻ്റെ ഒരേ ആങ്ങളവരും 4 മക്കളാട്ടോ. അതായത് അമ്മയ്ക്ക് 2 ചേച്ചിയും ഒരു ഏട്ടനുമാണുള്ളത്. അപ്പോൾ ഇവർ 3 പെണ്ണും ഒരാണും കേട്ടോ. ഇവരിതാ മസാലയൊക്കെ തയ്യാറാക്കുക തോന്നുന്നു. ആൻറ്റിയാണ് മെയിൻ ഷെഫ് ഇന്നത്തെ ഇവിടെ. അധികം ചെന്നാലും ആൻറ്റി അല്ലെങ്കിൽ അമ്മേൻ്റെ ചേച്ചി ഇവരെല്ലാവരും ഫുഡ് ഉണ്ടാക്കും കേട്ടോ. എല്ലാവരും ഫുഡ് ഉണ്ടാക്കും, എല്ലാവരും കൂടും. മാമനും ചില നേരത്ത് മാമൻ്റെ ബിരിയാണി ഉണ്ടാവും, മാമൻ്റെ വക ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയ ചേച്ചമ്മ, അമ്മേൻ്റെ ചെറിയ ചേച്ചി ഉണ്ട്. അപ്പോൾ ചേച്ചമ്മ എന്നാണ് ഞാൻ വിളിക്കൽ. 2 ആളെ ഞാൻ ചേച്ചമ്മ തന്നെ വിളിക്കൽ. അപ്പോൾ അവർ എല്ലാവരും ഒരുപോലെ ഫുഡ് ഉണ്ടാക്കും. അതുപോലെ ചേച്ചമ്മ പറഞ്ഞാൽ ആൾക്ക് ഫുഡ് ഉണ്ടാക്കൽ പറഞ്ഞാൽ പ്രത്യേക ഒരു ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷെ ആളിന്ന് ഇതിന് നിന്നിട്ടില്ല. ചേച്ചമ്മ വന്നിട്ടില്ല തോന്നുന്നു. അപ്പോൾ ആളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ
അപ്പോൾ ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ നല്ല ആഘോഷിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാത്രം അതിലുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ അതുമല്ല ഇനിയിപ്പോൾ സ്കൂള് കട്ട് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത മാസമാണ് NMSൻ്റെ എക്സാം. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ പോയായിരുന്നത്. ഈ ആളുണ്ടല്ലോ ഭയങ്കര കള്ളനാണ് കേട്ടോ, ഭയങ്കര രസമാണ്, ക്യൂട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കണ്ട ഓടും. നമ്മളെ കുട്ടിക്കളിയാണ്, നമ്മളിട്ട് കളിപ്പിക്കും. അതാണ് ആളുടെ സ്വഭാവം. അപ്പോൾ ആൻറ്റിയുടെ വക തന്നെയാണ് ഇപ്രാവശ്യം ബിരിയാണി ഓരോരോ എന്താ പറയുക സംഭവങ്ങൾ ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കതൊന്നും അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഓരോരോ പരിപാടി. അവിടെ ചെന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാണ്. കാരണം ഇപ്പോൾ അമ്മേൻ്റെ വലിയ ചേച്ചീൻ്റെ മകളുണ്ട്, ആളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉഷാറായി. ഞങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ എല്ലാവർക്കും ക്ലാസ് കോളേജ് പഠിക്കുന്നത് കോയമ്പത്തൂർ ഈറോഡ് ഒരു എൻജിനീയറിങ് കോളേജിലാണ്. അപ്പോൾ ആളെപ്പോഴെങ്കിലുമൊക്കെ വരുള്ളൂ. ആൾ വന്നിട്ടില്ല. അവിടെ ആളുണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വൈബാണ്. ചിരിക്കാനൊക്കെ ഒരുപാടുണ്ടാവും കേട്ടോ. എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയാണ്. അതേപോലെ തന്നെ ചെറിയ ചേച്ചമ്മേൻ്റെ മകനുണ്ട്. ഞങ്ങൾ രണ്ടാളും സെയിം ഏജാട്ടോ. അതായത് ഞങ്ങൾ രണ്ടാളും NMSൻ്റെ എക്സാമിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാൾക്കും പോകാൻ പറ്റില്ല. അപ്പോൾ അവനും ക്ലാസ് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആൻറ്റി ചിക്കനൊക്കെ ഇട്ട് സെറ്റാക്കുക തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും പറ്റില്ല. അപ്പോൾ പിന്നെ ഒരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ അവൻ്റെ താഴെ. അവൾക്കും ക്ലാസ് തന്നെയാണ്. അവൾ ചെറിയ കുട്ടിയാണ്, UKGയിൽ എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആൻറ്റിയുടെ സ്റ്റൈലിലുള്ള ബിരിയാണിയെ തോന്നുന്നു. അപ്പോൾ പൊതുവേ ഞാൻ കണ്ടുള്ള പൊരിച്ച് വയ്ക്കണ സംഭവം ഉണ്ടല്ലോ, അതാണ് ഇത്. അവിടെ ചെന്നാൽ ഏറ്റവും കൂടുതൽ വേവിച്ചിട്ട് അങ്ങനെ ഉണ്ടാവില്ല. എനിക്കറിയില്ല, എനിക്ക് ഫേവറേറ്റിന് എനിക്ക് ഏതും ഇഷ്ടമാണ്. ഞാൻ കൂടുതൽ റൈസേ കഴിക്കലുള്ളൂ. അങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോഴാട്ടോ നല്ല രസം ഉണ്ടാവല്. അപ്പോൾ രസമൊക്കെ ഉണ്ടാവും, എന്നാലും കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ ഭയങ്കര രസമല്ലേ. അമ്മേൻ്റെ വീട്ടിൽ പോയാൽ പ്രത്യേകിച്ചും ഭയങ്കര രസമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലൻ. എന്താ പറയുക, കണ്ടില്ലേ ഓരോ റബ്ബർ ബാൻഡും വെച്ച് കളിക്കണത്. ആൾ കണ്ടിട്ടില്ല വീഡിയോ എടുക്കണത്. അതാണ് ഇതാ റബ്ബർ ബാൻഡ് കയ്യിലിട്ട് കളിക്കുകയാണ്. അത് കണ്ടേക്കിന് ഓടും ചെയ്തു കേട്ടോ. അപ്പം ആൻറ്റിയുടെ ഫുഡ് ഉണ്ടാക്കൽ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല തോന്നുന്നുണ്ട്. അങ്ങനെ ആളിതാ സാലഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് കയറിയതാണ്. എന്തെങ്കിലും ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് ആൾക്കൊന്നും ഇടയിൽ വന്നിട്ട് ടേസ്റ്റ് ചെയ്യാനേ പറ്റില്ല കേട്ടോ. ഇതാ നമ്മളെ പരിപ്പ് പായസം തോന്നുന്നു. പല സ്ഥലത്തും പല സ്റ്റൈലിലും ഉണ്ടാക്കും തോന്നുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള വേറൊരു രീതിയിലാണ്. എനിക്ക് പൊതുവേ പാൽപ്പായസമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നാലും ഞാൻ കഴിക്കും കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ വെള്ളം വെച്ചിട്ട് ഇനിയിപ്പോൾ റൈസ് ഉണ്ടാക്കുകയാണ്. എന്താ പറയുക, ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുള്ള തോന്നുന്നു. അപ്പോൾ ഇതാണ് അമ്മേൻ്റെ അച്ഛനാണ്. അപ്പോൾ അവൻ ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോരോ കുറുമ്പും കാണിച്ച് ഇതിലൂടെയൊക്കെ നടക്കുകയാണ്. അപ്പോഴേക്കും ആൻറ്റി എന്താ പറയുക, നമ്മളെ നെയ്ച്ചോറ് എന്നാ പറയുന്നത്, റൈസ് അരി എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു കേട്ടോ. അങ്ങനെ ഇവൻ ഇതിൻ്റെ ഇടയിലൂടെ ഏത് നേരത്തും ഉണ്ടാവും. കാരണം എന്തെങ്കിലും പരിപാടി ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇവൻ പല സ്ഥലത്തും പല രീതിക്കാണ് ഉണ്ടാവില്ല. ഇവിടെ കുറച്ച് നേരം ഉണ്ടാവും, മറ്റോടത്ത് കുറച്ച് നേരം ഉണ്ടാവും. അങ്ങനെയാണ്, ഭയങ്കര രസമാണ്. നമുക്കിട്ട് കളിപ്പിക്കാൻ ഭയങ്കര പറ്റും. അവന് നമ്മളെക്കാളും ബുദ്ധിയാണ്, നമ്മളിട്ട് തല്ലും. അതാണ് അവസ്ഥ. പക്ഷെ രസാട്ടോ. അവൻ്റെ മേലൊരു ഏട്ടനുണ്ട്. അത് എത്രയിലാണ്, 2ലാണ്. പാവമാണ് അവൻ. എത്ര പാവ. അവിടെ ആ വീട്ടിൽ പേരക്കുട്ടികളിൽ ഞങ്ങൾ 7 പേരക്കുട്ടികളിൽ ഏറ്റവും പാവ കുട്ടിയാട്ടോ. ഭയങ്കര രസമാണ്. ഒന്നിക്കില്ല, ഒരു കച്ചറില്ല, തല്ലില്ല, അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഇല്ല. അപ്പം അമ്മമ്മ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കണത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. എന്തായാലും അമ്മമ്മയും ഇപ്പോൾ ചെറുതായിട്ട് ഫ്രീ ആയി തോന്നുന്നു. അതാണ് അവിടെ അങ്ങനെ വന്ന് ഇരുന്നിട്ട് പറയണത്. ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോഴല്ലേ ഓരോന്നും സംസാരിക്കൊക്കെയുള്ളൂ. ഫോണിലൂടെ വർത്താനം പറഞ്ഞാൽ എന്താവാനാണ്, നേരിട്ട് കാണുമ്പോഴല്ലേ അതിൻ്റെയൊക്കെ ഒരു രസം. നമ്മളെപ്പോഴൊന്നും ഇപ്പോൾ അമ്മേൻ്റെ വീട്ടിലൊന്നും പോകില്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ ലീവൊക്കെ കിട്ടുമ്പോഴല്ലേ. ചേച്ചമ്മയും തട്ടോ ഓരോന്നും സംസാരിച്ചിരിക്കുന്നു. ആളും എന്തൊക്കെയോ പരിപാടിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക തോന്നുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കുക തോന്നുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ കേട്ടോ, 2ാം ക്ലാസ്സിലുള്ള പാവാണ്. എന്താ പറയുക, അങ്ങനെയൊന്നുമില്ല, ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞാൽ അതുപോലെ അങ്ങനെ ചെയ്തോളും. തല്ലുകൂടാനോ ആ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആളെന്തോ വെള്ളം കുടിക്കാനോ എന്തോ അങ്ങനെ വന്നതാണ്. വീഡിയോയിൽ നിൽക്കാൻ മടിയുണ്ട് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ചോറ് വരെ ഏകദേശം വേവാറായി തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മളെ ചിക്കനും ചോറൊക്കെ
ദമ്മിടാൻ പോവാ തോന്നുന്നുണ്ട്. അപ്പോൾ ദമ്മിടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബിരിയാണി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പൊരിച്ചിട്ടുള്ളത് തന്നെയാണ്. ഞാൻ ഇവിടെയൊക്കെ ഏകദേശം കല്യാണങ്ങൾക്കൊക്കെ പൊരിച്ചിട്ടുള്ള ബിരിയാണി കേട്ടോ കൂടുതലും ഉണ്ടാവാറുള്ളത്. ഇവിടെ അച്ഛൻ്റെ വീട്ടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കല്യാണത്തിന്, പക്ഷേ അവിടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറയുക ചെയ്യാറുള്ളത് ഇങ്ങനെ ചിക്കൻ വേവിച്ചിട്ടുള്ള ബിരിയാണി തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്നാൽ ഫുൾ വേവിച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അവിടെ അധികം ചെന്നാൽ ഒന്നെങ്കിൽ മന്തിയൊന്നും പുറത്തുനിന്ന് ഞങ്ങൾ വാങ്ങിക്കും, പക്ഷേ ഏറ്റവും കൂടുതൽ വീട്ടിലുണ്ടാക്കാൻ കേട്ടോ ചെയ്യുക. അമ്മേൻ്റെ ചെറിയ ചേച്ചി ഉണ്ടാക്കും എന്ന് പറഞ്ഞില്ലേ, ആളും ആൻറ്റിയും ഉണ്ടാക്കും കേട്ടോ നന്നായിട്ട്. മന്തിയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം അവർ രണ്ടുപേരുമാണ് മന്തീൻ്റെ ഒക്കെ ആൾ. അപ്പോൾ തൊട്ട് അരിക്കുട്ടൻ ഇടയിൽ കൂടി വന്നിട്ട് ചിക്കൻ പൊരിച്ചതൊക്കെ എടുത്തിട്ടുണ്ട്. മച്ചാളും വന്നിട്ടുണ്ട്. ഇവിടെ 3 ആൾക്കാരും എന്താ പറയുക പ്രസൻ്റായിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവരായി അവരെ പാടായി എന്നുള്ള രീതിക്കാണ്. പിന്നെ നമ്മൾ അവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മറ്റാളാണ് ഇടയിലൂടെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരിക. നമ്മൾ ഇത് ബിരിയാണി ദമ്മൊക്കെ ഇട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുപ്പത്തുനിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബിരിയാണി അപ്പോൾ ആൻറ്റി തന്നെ കേട്ടോ ഉണ്ടാക്കണം. പിന്നെ പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ഈ മന്തി ബിരിയാണി അങ്ങനെ ബ്രോസ്റ്റ് ഈ സംഭവങ്ങളൊക്കെ ബ്രോസ്റ്റും അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴും വീട്ടിൽ മന്തിയൊക്കെ ഉണ്ടാക്കൽ തന്നെ കേട്ടോ. ബിരിയാണി ആ സംഭവങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അച്ഛൻ ഇങ്ങോട്ട് പോരുമ്പോഴത്തെ റെയിൻകോട്ട് ഊരിയിട്ട് തന്നെ ഇല്ല കേട്ടോ. ആൾ എന്നിട്ട് എന്തോ പരിപാടിയിൽ നിൽക്കുക തോന്നുന്നു, തണുക്കുണ്ട് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ റെയിൻകോട്ട് ഊരിയിട്ടില്ല. ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോരാൻ നിൽക്കണതിൻ്റെ തിരക്കിലാവും. അപ്പോഴും അത് ഊരാൻ ആൾക്ക് നേരം കിട്ടില്ല തോന്നുന്നു. ഇനിയിപ്പോൾ അമ്മേൻ്റെ കുറച്ച് ഷോയാണ് കാലൊക്കെ കാണിച്ചിട്ട്. അമ്മയും ഒരു ഭാഗത്ത് സൈഡായിട്ട് തോന്നുന്നു. എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കി തോന്നുന്നു. അങ്ങനെ തോന്നുന്നു കേട്ടോ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്ന്. ഇപ്പം എല്ലാവരും ഒരു സൈഡിലായിട്ട് നമ്മളെ മെയിൻ താരം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഒരു മാമൻ്റെ അമ്മേൻ്റെ ഒരു അമ്മായിയുടെ മകനാണ് കേട്ടോ, ഒരു അങ്കിള്, എൻ്റെ ഒരു അങ്കിള്, അമ്മേൻ്റെ ഒരു ആങ്ങള. അപ്പോൾ ആളിതാ ബിരിയാണിയൊക്കെ നല്ല മിക്സ് ചെയ്തിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അവർ രാത്രി വരുമ്പോഴേക്കും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പായസവും ഇതൊക്കെ. ഇത് ആൻറ്റീൻ്റെ ആങ്ങളെ തോന്നുന്നു. ആൾ തന്നെയാണ്, സോറി കേട്ടോ, ആങ്ങൾ തന്നെയാണ്, എനിക്ക് മനസ്സിലായില്ല, ആങ്ങൾ തന്നെയാണ്. അങ്ങനെ എന്നിട്ട് അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ നിന്നിട്ട് അവരൊക്കെ ഓടുമേച്ചിലിന് വന്നതാണ്. ഞാൻ പിന്നെ പോയിട്ടൊന്നുമില്ലല്ലോ. ഇതാണ് നമ്മളെ അവർ ഭയങ്കര ബെസ്റ്റീസാട്ടോ. എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പാണ് അവർ. എന്താ പറയുക, കസിൻസ് മാത്രമല്ല, അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അവർ കേട്ടോ. അപ്പോൾ അവരൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ ഫുഡൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഊരണ്ട മടിക്ക് പാൻറ്റൂട്ട് ഇങ്ങനെ ഇപ്പോഴും ഇരുത്തം തന്നെയാണ്. ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇപ്പോൾ കാണാനല്ലേ വീഡിയോസൊക്കെ. നമുക്ക് സൂപ്പർ എന്നൊക്കെ കാണിച്ചിരുന്നു. മനോജ് മാമൻ ഇതാണ് മനോജ് മാമൻ. ആളും ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങി. അങ്ങനെ ഇതാട്ടോ ഇവരിവിടെ കൂടിയ ബെഡൊക്കെ ആകെ ഒരു വൃത്തികേട് അലമ്പാക്കി വെക്കുന്ന ആൾക്കാരാണ്. എൻ്റെ ഹരിക്കൂട്ടൻ്റെ അടുത്ത് ഒരു കത്രികയും പശയും കിട്ടിയാൽ പിന്നെ അവിടെ മൊത്തം ക്രാഫ്റ്റ് ചെയ്യല, ചിത്രം വര, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കോളും. അങ്ങനെ അവൻ്റെ ഭാഗത്ത് കണ്ട് ഒതുങ്ങിയിരിക്കും. ഈ മൂപ്പരാളുണ്ടല്ലോ, അതിനിപ്പോൾ പേപ്പറൊക്കെ കിട്ടിയ ക്രാഫ്റ്റ് അല്ല ചെയ്യുക, നല്ല പരത്തിയിട്ട് തന്നോളും. അപ്പോൾ ഇവരിങ്ങനെ ഇവർ 3 ആളും ബെഡിൽ പോയാൽ പിന്നെ ആ ബെഡിൻ്റെ അവസ്ഥ നോക്കേ വേണ്ട. ആനക്കളി, ഒരാളെ പുറത്ത് ഒരാൾ, അങ്ങനെ ഓരോരോ കളി ഇന്നടക്കയിലേക്ക് വലിച്ചടിക്കലുണ്ട് കേട്ടോ. കാരണം അവരുടെ ഒപ്പം ഞാൻ കളിക്കാൻ ഞാനും ശ്രീകുട്ടനും തന്നെ വേണം പുറത്തൊക്കെ നിൽക്കാൻ. അങ്ങനെ ഇവിടുത്തെ മെയിൻ താരങ്ങളായ ഇവിടുത്തെ സ്ത്രീകൾ, കുടുംബിനികൾ വന്നിട്ട് ഫുഡ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇവർ ഫുഡൊക്കെ കഴിക്കാതിരിക്കുക തോന്നുന്നുണ്ട്. അമ്മമ്മ പിന്നെ ഫുൾ വെജിറ്റേറിയനാണ്. ആൾ ചിക്കൻ കഴിക്കില്ല, മീൻ കഴിക്കില്ല, മുട്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. അപ്പോൾ ആൾക്കുള്ള സാധാ ചോറും കറിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ബിരിയാണിയും അത് സംഭവങ്ങളൊക്കെ കഴിക്കുക കേട്ടോ. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവർ റൂമിൽ കയറി എങ്ങനെയാ വെച്ചാൽ ഫുള്ള് നമ്മൾക്ക് ഇട്ട് പണി തരും. കാരണം ബെഡൊക്കെ സെറ്റാക്കി വെച്ച് പോയാൽ 5 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് ശരിയാക്കി വെച്ച റൂമേ അല്ലത്. അങ്ങനെ എന്നിട്ട് ആൻറ്റി ടാറ്റയൊക്കെ തരിക കേട്ടോ. അമ്മമ്മ എല്ലാവരും നമുക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട്. മറ്റാൾക്ക് ഇപ്പോൾ അമ്മേൻ്റെ അടുത്തേക്ക് വരാൻ നേരമായി. അതാണ് കുറുമ്പ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ. നമ്മളെ സായി. അങ്ങനെ ഇവർ ഇറങ്ങുകയാണ്.
നല്ല മഴയൊക്കെ ചാറുന്നുണ്ട് കേട്ടോ. ഒരു ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നേരമായി തോന്നുന്നു. ഇവിടെ നമ്മളെ വെങ്ങാട്ടിക്ക് ഇത് ചട്ടിപ്പറമ്പാട്ടോ സ്ഥലം. അപ്പോൾ നമ്മളെ വെങ്ങാട്ടി